റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമേറിയ വെള്ളിയാഴ്ചയിലും മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമേറിയ റമളാനിലുമാണ് നമ്മളുള്ളത്. പരിശുദ്ധ റമളാനിലെ ഒരുപക്ഷെ അവസാനത്തെ ഒരു വെള്ളിയാഴ്ചയിലായിരിക്കാം നമ്മളുള്ളത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, അതിശക്തമായി നിർണയിക്കാൻ പറ്റാത്ത വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം, എവിടേക്കാണ് ആ വാഹനത്തിൻ്റെ യാത്ര എന്ന് ആ സഞ്ചരിക്കുന്ന യാത്രക്കാർക്കറിയില്ല. വാഹനം എന്നെയും കൊണ്ട് എവിടെയാണ് എത്തിച്ചേരുക എന്നറിയാത്ത ഒരു യാത്രക്കാരനെ നമ്മൾ സങ്കല്പിച്ചു നോക്കുക. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ നമ്മുടെ ജീവിത യാത്രകൾ മുന്നോട്ട് പോകുന്നത്? യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിയാത്ത ആ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനത്തിലെ ഒരു യാത്രക്കാരനെ പോലെയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഈ നിമിഷങ്ങൾ, ഓരോ സമയങ്ങളും അതിവേഗതയിലാണ് നമ്മളിൽ നിന്ന് കടന്നു പോകുന്നത്. ഓരോ പ്രഭാതവും ഓരോ പ്രദോഷവും ജീവിതയാത്രയുടെ വേഗതകൾ നിർണയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നത് പരിശുദ്ധ റമളാൻ എത്ര വേഗതയിലാണ് നമ്മൾ കടന്നുപോയത് എന്നാണ്. 23 രാവും കഴിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ നമുക്കിടയിൽ പലപ്പോഴും സ്വാഭാവികമായി നമ്മൾ സംസാരിക്കാറുള്ളത് എത്ര പെട്ടെന്നാണ് റമളാനിലെ ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് കടന്നുപോയത് എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ സമാപനത്തിലേക്ക് ആ യാത്ര വേഗത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ യാത്ര നമ്മുടെ സമാപനത്തിലേക്ക്, മരണത്തിലേക്കുള്ള വേഗത അതിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അദ്ദുന്യ ദാഹിബത്തുൻ മുർതഹിലത്തുൻ, ദുനിയാവ് നിങ്ങളെയും കൊണ്ട് അതിശക്തമായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൽ ആഖിറത്തു മുഖ്ബില, എന്നാൽ പരലോകം നമ്മളിലേക്ക് അത് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ 2 ലക്ഷ്യസ്ഥാനങ്ങൾ മാത്രമേ മനുഷ്യന്റെ ജീവിതത്തിന് ലക്ഷ്യമായുള്ളൂ. മരിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവുകൾ വേർപിരിയുമ്പോൾ, അവിടെ നമ്മുടെ ശരീരം ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചകൾ, ഒരു മനുഷ്യൻ 2 കാഴ്ചകളാണ് കാണുക. ഹാദാ മഖ്അദുക, ഇതാണ് നിനക്ക് ചെന്നു ചേരാനുള്ള നിന്റെ ഇരിപ്പിടം, നിനക്ക് താമസിക്കാനുള്ള ലക്ഷ്യസ്ഥാനം ഇതാണ് എന്ന് പറഞ്ഞ് 2 കേന്ദ്രങ്ങൾ കാണിക്കും. അതിലേതിലേക്ക് നമ്മൾ എത്തും എന്ന ലക്ഷ്യം നമ്മൾ നിർണയിക്കേണ്ടതുണ്ട്. ഒന്നുകിൽ നരകത്തിലെ ഒരു സ്ഥലമാണ് മലക്കുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. എന്നിട്ട് നമ്മളോട് പറയും ഹാദാ മഖ്അദുക, ഇതാണ് നിനക്ക് ചെന്നു ചേരാനുള്ള നിന്റെ ലക്ഷ്യസ്ഥാനം. അല്ലെങ്കിൽ സ്വർഗത്തിലെ ഒരു സ്ഥലം, യുഗാന്തരങ്ങളോളം കിടക്കേണ്ടി വരുന്ന ആ 2 സ്ഥലത്തെ അവിടെ നമുക്ക് മരണത്തോടെ കാണിക്കപ്പെടുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി മരണം നമ്മളെ കൂട്ടിക്കൊണ്ടുപോയാൽ ആ 2 കേന്ദ്രങ്ങളിൽ എവിടെ നമ്മൾ എത്തിച്ചേരും? അതിൽ സ്വർഗലോകത്ത് അള്ളാഹുവിന്റെ ആ സുഖാഡംബരങ്ങളുടെ ലോകമായ സ്വർഗത്തിലേക്ക് കരസ്ഥമാക്കാൻ, അതിനെപ്പറ്റി, ജീവിതത്തെപ്പറ്റി ചിന്തിക്കാനും അതേപോലെ തന്നെ ഒരുങ്ങാനും, ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാനും, കഴിഞ്ഞ ഇന്നലകളിൽ വന്ന പാപക്കറകൾ മായ്ച്ചു കളയാനും ഒക്കെയുള്ള ചിന്തയുടെ പ്രവർത്തനങ്ങളുടെ 23 രാവുകൾ നമുക്ക് ലഭിച്ചു, പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചു. എന്നാൽ ഇത്തരം സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, പരിശുദ്ധ റമളാൻ ഒരുപക്ഷെ ഇനിയും കടന്നു വരും. പക്ഷേ റമളാനിനോട് നമ്മളാണ് ഇവിടെ പറയുന്നത്, റമളാൻ ഇനിയും കടന്നു വരും. എന്നാൽ അടുത്ത റമളാനിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. ഈ റമളാനിൽ നമ്മളോടൊപ്പം ജീവിച്ച പലരും, അല്ലെ, അത്താഴം തയ്യാറാക്കി വെച്ചവർ, രാത്രി കിടന്നവർ, രാവിലെ എഴുന്നേൽക്കാത്ത എത്ര ചെറുപ്പക്കാർ ഈ റമളാൻ മാസത്തിൽ ഉണ്ടായിട്ടുണ്ട്? എത്ര ആളുകൾ രോഗാവസ്ഥയിലേക്ക് പോയി? അവർ ഇശ കഴിഞ്ഞ് തറാവീഹ് നമസ്കരിച്ച് വീട്ടിലെത്തിയവരാണ്. സ്ട്രോക്ക് വന്ന് അതേപോലെ തന്നെ ചികിത്സകളുമായി അങ്ങനെ പല രൂപത്തിൽ മുന്നോട്ട് പോയവർ. പക്ഷേ നമ്മൾ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്തിലാണ്, വലിയ ആഫിയത്തും തൗഫീഖും കിട്ടിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ 23 ദിനങ്ങളെ പറ്റി ആലോചിക്കുകയും, എന്നിട്ട് ആ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റമളാനിന്റെ മുമ്പ് ചെയ്ത പ്ലാനിങ്ങുകൾക്കനുസരിച്ചായിരുന്നോ നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ നോമ്പും, അതിലൂടെയൊക്കെ ലക്ഷ്യം വെക്കാൻ പറഞ്ഞ ആ ലക്ഷ്യത്തിലേക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ എത്തിയോ എന്ന
ചിന്ത നമ്മളിൽ ഉണ്ടാകണം. കഴിഞ്ഞ ദിനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നിടത്ത് അവിടെ കുറവുകളും ന്യൂനതകളും അലംഭാവവും എനിക്കും നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നിരാശയിൽ നിന്ന് ഇനി അടുത്ത റമദാനിൽ നോക്കാം എന്നല്ല തീരുമാനിക്കേണ്ടത്. ഇത് 23ാമത്തെ നോമ്പിലാണ്. ഇനിയും നമുക്ക് 6 or 7 ദിനങ്ങൾ നമ്മളിൽ ബാക്കിയുണ്ട്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവുകൾ ഇനിയും നമ്മളിൽ ബാക്കിയാണ്. ഒറ്റയിട്ട രാവുകൾ തന്നെ 3 രാവുകൾ ഇനിയുമുണ്ട്, 25, 27, 29. എന്നാൽ എല്ലാ രാവുകളിലും നമ്മൾ അതിനെ പ്രതീക്ഷിക്കണം. അപ്പോൾ 6 രാവുകൾ അല്ലെങ്കിൽ 7 രാവുകൾ നമുക്ക് ഇനിയും നമ്മുടെ ജീവിതത്തിലേക്കുണ്ട്. ഏതൊരു കാര്യവും അവസാനത്തിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് അതിന്റെ ആവേശം നഷ്ടപ്പെട്ടു പോവുകയാണ്. അവസാനത്തെ 10ലേക്ക് കടന്നപ്പോ, അവസാനത്തെ ആഴ്ചകളിലേക്ക് എത്തുമ്പോ പലപ്പോഴും അങ്ങാടികളിൽ തിരക്കുകൾ വർദ്ധിക്കുന്നു. രാത്രി കാലങ്ങളിൽ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഈ ഉമ്മത്തിന്റെ പലരും അവര് ട്രെൻഡിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആഘോഷത്വരയിലാണ് ഇബാദത്തുകളെ കാണുന്നത്. എന്നാൽ അതിന്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ ഫിനിഷിംഗിലാണ് പ്രധാനം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വഇന്നമൽ അഅ്മാൽ ബിൽ ഖവാതീം. ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നുണ്ടോ തിരസ്കരിക്കപ്പെടുന്നുണ്ടോ എന്നതിന്റെ മാനദണ്ഡം അതിന്റെ അവസാനത്തെ പരിഗണിച്ചാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ പ്രവർത്തനം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല, അവസാന ഭാഗം പരിശോധിച്ചിട്ടല്ലാതെ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ, ജമാഅത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചോ? റവാത്തിബ് സുന്നത്തുകൾ അതിൽ ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് സാധിച്ചോ? ആ നിലക്ക് വീഴ്ചകൾ പറ്റിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയും വരാനുള്ളത് അമൂല്യമായ ദിനങ്ങളാണ് എന്ന് മനസ്സിലാക്കി കൂടുതൽ ശക്തമായി നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച എന്താ? റമളാനിലെ നോമ്പ് കൊണ്ട് യഥാർത്ഥത്തിൽ ലക്ഷ്യത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിയോ എന്ന പരിശോധന ഈ 23ാം രാവിൽ പരിശുദ്ധ റമളാനിലെ ഈ പവിത്രമാക്കപ്പെട്ട വെള്ളിയാഴ്ചയിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ആ റമളാനിലെ നോമ്പ് കൊണ്ട് പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നാണ്. എന്തായിരുന്നു ലക്ഷ്യം? റമളാനിന്റെ തുടക്കത്തിലും മുമ്പും നമ്മൾ കേട്ട സൂറത്തുൽ ബഖറയിലെ ആയത്ത്. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്? അവിടെ ആയത്തിൽ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയായിരുന്നു നോമ്പ്. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ തഖ്വയിലേക്ക് നമ്മൾ എത്തിയോ? എന്താണ് തഖ്വ? എന്താണ് തഖ്വ? മഹാനായ അലി ബിൻ അബീ ത്വാലിബ് പറഞ്ഞത് അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ പേടിക്കാനുള്ള മനസ്സ്. കഴിഞ്ഞ രാവുകളിൽ പകലുകളിൽ നമുക്ക് ആ ഭയം, ഖൗഫ് നമുക്കുണ്ടായി, അള്ളാഹിനെ പറ്റിയുള്ള ഭയം. മൊബൈൽ ഉപയോഗത്തിൽ, മറ്റിടപാടുകളിൽ അള്ളാഹുവിനെ പേടിച്ചൊരു ഹറാമും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ എത്ര ആളുകൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും? വൽ അമലു ബിത്തൻസീൽ, അല്ലാഹ് ഇറക്കിയ പ്രമാണങ്ങൾ വെച്ച് കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് എത്ര ആളുകൾക്ക് സാധിച്ചു? മൂന്നാമത്തത് വൽ ഖനാഅത്തു ബിൽ ഖലീൽ, അള്ളാഹു നൽകിയത് എത്ര കുറച്ചാണെങ്കിലും അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സ്. 4 അദ്ദേഹം പറഞ്ഞത് വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരുക്കമാണ്. ഈ ഒരുക്കം, ഈ 4 കാര്യങ്ങളും തഖ്വ എന്ന ആ തലത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിയോ എന്ന ഒരു പരിശോധന പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. റമദാനിലെ ഇബാദത്തുകൾ സ്വീകാര്യമാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. റമദാനിലെ നോമ്പ് നമുക്ക് സ്വാധീനിച്ചോ എന്നാണ്. റമദാൻ നമ്മളിൽ നിന്ന് കഴിയാനിരിക്കുമ്പോൾ, ദിവസങ്ങൾ മാത്രം ബാക്കിയാകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് നമുക്ക് തോന്നുന്നത്? ഒരു സ്വാതന്ത്ര്യം ലഭിക്കാൻ പോകുന്നു എന്ന ചിന്തയാണോ? ഭക്ഷണത്തിന്റെ കാര്യത്തിലല്ല. ഒരുപക്ഷെ ഭക്ഷണം ഏറ്റവും നല്ലതും ഏറ്റവും നന്നായി കഴിച്ചതും ഒരുപക്ഷെ നമ്മുടെ റമദാനിലായിരിക്കാം. എന്നാൽ ശഅബാനിലും റമദാനിന്റെ മുമ്പുള്ള ജീവിത ശൈലികളിൽ നമ്മൾ കടന്നുപോയ ഹറാമുകളും ദുശ്ശീലങ്ങളും തിരിച്ചു കൊണ്ടുവരാനുള്ള വെമ്പലാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളതെങ്കിൽ റമദാനിലെ ഇബാദത്തുകൾ നമ്മളെ സ്വാധീനിച്ചിട്ടില്ല എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വീട് വൃത്തിയാക്കുന്ന ഉമ്മമാർ ആ വീടൊക്കെ വൃത്തിയാക്കി വെക്കുമ്പോ കുട്ടികൾ ആ ചളിയുമായി അവര് ഉള്ളിലേക്ക് കയറിയാൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ ഫിനിഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിടത്ത് മാലിന്യങ്ങൾ നിറഞ്ഞ എങ്ങനെ ഉണ്ടാകും? ചീത്ത പറയും. അതുപോലെ നമ്മൾ അള്ളാഹുവിലേക്ക് ഇബാദത്തുകളൊക്കെ ചെയ്തത് നമ്മുടെ മനസ്സ് വിമലീകരിക്കപ്പെടാനാണ്, ശുദ്ധീകരിക്കപ്പെടാനാണ്. ആ മനസ്സുകളിലേക്ക് ഇനി മാലിന്യങ്ങൾ, ഹറാമുകൾ കയറാതിരിക്കാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകമായി സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ ദിനങ്ങളിൽ സഹോദരങ്ങളെ ഇനി ഒരു റമദാൻ ലഭിക്കുമോ എന്ന് നമുക്കൊരാൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 6 ദിനങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തും? പരിശുദ്ധ റമദാനിന്റെ ആ ദിനങ്ങളിൽ 6 ദിനങ്ങൾ അത് പവിത്രമാണ്. അതിന്റെ അവസാനം വരെ പവിത്രമാണ്. ശവ്വാലിന്റെ പിറവി കാണുന്നത് വരെ
റമദാനിന്റെ പോരിശ നിലനിൽക്കുകയാണ്. പക്ഷേ മുസ്ലിം ഉമ്മത്തിലെ പലരും അതിന്റെ പോരിശകൾ നഷ്ടപ്പെടുത്തുകയാണ്. അതിന്റെ ഖൈറുകൾ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ അവസാന ദിനങ്ങളിൽ ജീവിക്കുന്നു എന്നത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അവസാന മിനിറ്റുകൾ വരെ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനി ഖുർആനിന്റെ കാര്യത്തിൽ ഇനിയും നമുക്ക് വേണമെങ്കിൽ എത്രയോ ഖത്മുകൾ പൂർത്തീകരിക്കാനുള്ള പ്ലാനുകൾ നമുക്ക് നടത്താം. കാരണം 6 ദിനങ്ങൾ ഇനിയും നമുക്ക് വരാനുണ്ട്. ഈ 6 ദിവസത്തിൽ 2 തവണ 3 ദിനം വെച്ച് 2 തവണ നമുക്ക് ഖത്തം തീർക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകൾ ഇനിയും നമ്മളിൽ വരാനിരിക്കുകയാണ്. 3 ദിനങ്ങൾ 3 രാവുകൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇനിയുള്ള ദിനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകമായ ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകണമെന്നാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹം മുസ്ലിം ഉമ്മത്തിനോട് അദ്ദേഹം പറയണം, ഒന്നും ചെയ്യാതെ ആയുസ് തുലച്ച മനുഷ്യ, നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ലൈലത്തുൽ ഖദറിൽ വീണ്ടെടുത്തുകൊള്ളുക. കാരണം അത് ഒരു ആയുഷ്കാലത്തിന് സമമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ റമദാനിലെ അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക. ആദ്യ 3 രാവുകളിൽ നിങ്ങൾ അലസതയും ദുർബലതയും നിങ്ങളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അവസാനത്തെ 7 ദിനങ്ങൾ നിങ്ങൾ കരുതിയിരിക്കുക എന്ന ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ എന്നത് ഏറെ മഹനീയമായ ഒരു രാവാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഏറ്റവും വലിയൊരു ഓഫർ തരാണ്. നമുക്ക് ഇന്ന സിം റീചാർജ് ചെയ്താൽ ഇത്ര ഈ സമയത്ത് ചെയ്താൽ ഇത്ര വലിയ ഓഫർ ഉണ്ട്, അല്ലെങ്കിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ ഇത്ര ചെറിയ വില കൊടുത്താൽ ഇത്ര എണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷർട്ടുകൾ തരാം എന്നൊരു ഷോപ്പ് ഓഫർ ചെയ്താൽ നമ്മൾ അത് ആദ്യം കരസ്ഥമാക്കാൻ നമ്മൾ ഓടിപ്പോകാറില്ലേ? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വമ്പൻ ഓഫർ ലഭിച്ച് നമ്മൾ എത്ര ആളുകൾ ഈ രാവിനെ പ്രതീക്ഷിച്ച്, ഈ ഖദറിന്റെ രാവിനെ പ്രതീക്ഷിച്ച് നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ പറ്റി? പ്രവാചകൻ ആ ഖദറിന്റെ രാവിനെ നഷ്ടപ്പെടുത്തിയവനെ പറ്റി പറഞ്ഞ പരാമർശങ്ങൾ എന്താ? ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ. അതെ, 1000 മാസത്തെക്കാൾ ഉത്കൃഷ്ടമായ ഒരു രാവ് റമദാനിലുണ്ട്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ. ആ നന്മകൾ നഷ്ടപ്പെടുത്തിയവൻ അവൻ സർവ്വ നന്മകളും തടയപ്പെട്ടവനാണ്. അതേപോലെ ഇല്ലാ മഹ്റൂം, മഹാദൗർഭാഗ്യവാനല്ലാതെ ഈ നന്മകൾ തടയപ്പെടുകയില്ല എന്നാണ്. അപ്പൊ നമുക്ക് സാധാരണ ഒരു ജീവിത രീതിയാണോ നമുക്കുണ്ടാകേണ്ടത്? ഇശ കഴിഞ്ഞ് തറാവി കഴിഞ്ഞ് നമ്മൾ 10, 10:30, 11 മണിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കിടക്കുന്നു. രാവിലെ 4:30 എഴുന്നേൽക്കുന്നു. നമ്മുടെ ജീവിത രീതിയിൽ വ്യത്യാസങ്ങൾ വന്നില്ല. ഒന്നും ഉറപ്പൊഴിക്കാൻ നമുക്ക് തോന്നിയില്ല. അതെവിടെയോ നമുക്ക് തൗഫീഖുകൾ നഷ്ടപ്പെട്ടു പോയതാണ്. ഒരു ആയുഷ്കാലം മുഴുവൻ ചെയ്തതിന്റെ അത്രയും നന്മ ഒരു രാവിൽ 10 രാവുകൾ മാത്രം നിശ്ചയിച്ച് അതിൽ നമ്മൾ ഒന്ന് കച്ചകെട്ടി പ്രവാചകൻ ഇറങ്ങിയതുപോലെ അരമുറുക്കി ഇറങ്ങിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വലിയ ഒരു നന്മയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മഹാദൗർഭാഗ്യവാനല്ലാതെ ഇത് തടയപ്പെടുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കുറച്ച് ഉറക്കൊഴിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സന്നദ്ധനാകണം. എന്തിനൊക്കെ നമ്മൾ ഉറക്കൊഴിച്ചിട്ടുണ്ട്? കല്യാണത്തിന്റെ തലേന്നും അതിന്റെ തലേന്നും ഒക്കെ പൂർണ്ണമായി ഉറക്കൊഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ചെറുപ്പക്കാർ പലരും ഫുട്ബോളും മറ്റ് കളികളും കാണാൻ രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് പകലിലും ഉറക്കൊഴിച്ച ആളുകളുണ്ട്. എന്തെങ്കിലും സംഭവിച്ചോ? പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തെ പൂർണ്ണമായും ഖദർ എന്ന് പറയുന്ന ഒരു സൂറത്ത് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്താണ്? ഈ രാവിന്റെ പോരിശ പറയാൻ മാത്രം ഒരു സൂറത്ത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദറാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തെക്കാൾ ഉത്കൃഷ്ടമാണ് ആ രാവ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ രാവിനെ പ്രതീക്ഷിച്ച് ആ നന്മയെ പ്രതീക്ഷിച്ച് നമുക്ക് ഇരിക്കാൻ എന്ത് ചെയ്യണം? സാധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠതകൾ എന്താണ്? വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച രാത്രിയാണ്, അനുഗ്രഹീതമായ രാത്രിയാണ്, 1000 മാസത്തെക്കാൾ ഉത്തമമായ രാത്രിയാണ്, മലക്കും ജിബ്രീലും ഇറങ്ങുന്ന രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ആ ലൈലത്തുൽ ഖദർ എന്നാണ് എന്നതിന്, അത് ഏത് സമയം വരെ? പ്രഭാതോദയം വരെ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതോദയം വരെ അത് സമാധാനമത്രേ. അപ്പോൾ ലൈലത്തുൽ ഖദറിന്റെ രാത്രി പ്രഭാതോദയം വരെ സമാധാനമായിരിക്കും. കാരണം മലക്കുകൾ എല്ലാവിധ ഖൈറും ബറക്കത്തുമായിട്ടാണ് ഇറങ്ങുന്നത്. മണൽ തെരികളോളം മലക്കുകൾ ഇറങ്ങുന്നു. അതേപോലെ എന്നാണ് ലൈലത്തുൽ ഖദർ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സഹാബത്തിനെ പഠിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങി. പക്ഷേ ആ അറിവ് മറക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്തു. എന്നാൽ ചില സൂചനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എന്ത് ചെയ്തു? ഇന്ന രാവുകളിൽ
പ്രതീക്ഷിക്കാൻ വേണ്ടിയുള്ള സൂചനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകുകയുണ്ടായി. എന്നിട്ട് പ്രവാചകൻ അത് മറക്കപ്പെട്ടു. നിങ്ങൾക്കതൊരു പക്ഷേ ഖൈറായിരിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു. ചില ആളുകൾ 27-ാം രാവിൽ മാത്രം പള്ളിയിൽ കയറി പിന്നീട് 27 കഴിഞ്ഞാൽ പെരുന്നാളിന്റെ പ്രതീതിയിലേക്ക് പോകുന്നവർ. 28 29 രണ്ട് മഹത്വമേറിയ രാവുകൾ നിലനിൽക്കെ ആളുകൾ ആഘോഷത്തിന്റെ പ്രതീതിയിലേക്ക് പോകുന്ന രീതി ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കുക? നമ്മൾ മുൻകാല സമുദായങ്ങൾക്ക് കൂടുതൽ ആയുസ്സുണ്ടായിരുന്നുവെങ്കിൽ ദീർഘകാലം പുണ്യങ്ങളിൽ മുഴുകാൻ അവർക്ക് സാധിച്ചു. എന്നാൽ ആയുസ് കുറവാണെങ്കിലും ഈ ഉമ്മത്തിന് കൂടുതൽ പുണ്യം നേടാൻ ഈ രാവ് വഴി അള്ളാഹു അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാവിൽ നിർവഹിക്കുന്ന കർമ്മത്തിന് മറ്റ് രാത്രികളിൽ ചെയ്യുന്ന കർമ്മത്തെക്കാൾ 1000 മാസങ്ങൾക്ക് തുല്യമായ പ്രതിഫലം. അപ്പോൾ അവിടെ ചൊല്ലുന്ന ഒരു സുബ്ഹാനല്ലാഹ്, അവിടെ ചൊല്ലുന്ന ഒരു അൽഹംദുലില്ലാഹ്, അവിടെ ചൊല്ലുന്ന ഒരു അല്ലാഹു അക്ബർ, അവിടെ ഓതുന്ന ഖുർആൻ പാരായണത്തിന്റെ അക്ഷരങ്ങൾക്ക് എത്ര കൂലിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാവിനെ പ്രയോജനപ്പെടുത്താൻ പ്രിയമുള്ളവരെ നമ്മൾ സന്നദ്ധരാകണം എന്നാണ് ഓർമ്മപ്പെടുത്താൻ പ്രവാചകൻ മറ്റു ദിനങ്ങളൊന്നുമില്ലാത്ത ഒരു പരിശ്രമം ഈ ദിനങ്ങളിൽ നടത്തിയെന്ന് നിരവധി ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ രാവുകളിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുകയാണ്, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളിൽ പ്രവാചകരെ ഞാൻ എന്താണ് വർദ്ധിപ്പിക്കേണ്ടത്? പ്രവാചകൻ വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലേ, ദുആഇന്റെ ഒരു രീതി എന്താണ്? അല്ലാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി ഹംദു ചെയ്ത് അല്ലാഹുവിനെ പുകഴ്ത്തി അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ പാപങ്ങൾ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ പാപങ്ങൾ അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, എന്റെ പാപങ്ങൾ എനിക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നമ്മൾ എന്ത് ചെയ്യുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവർത്തിച്ച് ചോദിക്കുക. പിന്നെ നമ്മൾ എന്താണ് ഈ രാവുകളിൽ വർദ്ധിപ്പിക്കേണ്ടത്? നമ്മൾ തൗബക്ക് വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സമയങ്ങളെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കാത്തവർ ആരുമില്ല. കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്തായിന അത്തബ്ബാബൂൻ. പാപം ചെയ്തു പോയവരിൽ ഏറ്റവും നല്ലവരാരാണ്? തൗബ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഇന്നലകളിൽ ഹറാമുകൾ വന്നിട്ടുണ്ടോ? സാമ്പത്തിക ഇടപാടുകളിൽ പിന്നെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ? അതേപോലെ തന്നെ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഹറാമുകൾ കടന്നു വന്നിട്ടുണ്ടോ? വലിയതും ചെറിയതുമായ തിന്മകളിലൂടെ കടന്നുപോയവരാണോ? എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിന്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് ധൃതിപ്പെടുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക. വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കുക. ഇവിടെയാണ് ധൃതി കാണിക്കേണ്ടത്. ദുനിയാവിന്റെ കാര്യത്തിൽ ആളുകൾ തിരക്കിലാണ്, വ്യാപൃതരാണ്. അതേപോലെ തന്നെ മറ്റൊന്നിനും സമയമില്ലാതെ അവിടെ ഒരുപാട് സമയം ചെലവഴിക്കുന്നു. പക്ഷേ നാളെ 6 അടി മണ്ണിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവുകൾ വേർപിരിയുന്ന ആ സമയം മുതൽ നമ്മുടെ കൈകളിൽ നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ മാത്രം. കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, ഓരോരുത്തരും ഒറ്റയൊറ്റയായി നാളെ ബർസഖ് മുതൽ മരണത്തിനു ശേഷമുള്ള നിമിഷങ്ങളിൽ നാം ഓരോരുത്തരും ഒറ്റക്കാണ്. ബർസഖിൽ നാം മാത്രമാണ്, കൂട്ടിന് ആരുമില്ല. നമ്മുടെ ഭാര്യയില്ല, മക്കളില്ല, അതേപോലെ ബന്ധുമിത്രാദികളില്ല, സുഹൃത്തുക്കളില്ല, നാട്ടിലെ പണ്ഡിതന്മാരില്ല, ആരുമില്ല. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോഴും ആരുമില്ല. ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. മനുഷ്യന്റെ ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. അവൻ ചെയ്ത പാപങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പുകളിൽ ആളുകൾ മുങ്ങിക്കുളിക്കുകയാണ്. അവന്റെ കൈകളിൽ കിതാബുകൾ നൽകപ്പെടും. വഹുദിയൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീ വയഖൂലൂന യാ വൈലതനാ മാലി ഹാദൽ കിതാബ്. പടച്ചോനെ, ഇതൊരു ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതോ വലുതോ ആയ ഒരു പാപങ്ങളും വിട്ടുപോയിട്ടില്ലല്ലോ. ഈ കിതാബുകൾ മുജ്രിമീങ്ങൾക്ക് നൽകപ്പെടും. അതുകൊണ്ട് തന്നെ നന്മയുടെ രേഖകൾ നൽകപ്പെടണമെങ്കിൽ നമുക്ക് ഈ ദുനിയാവിൽ പണിയെടുക്കണം. ആ പണിയാണ് നമ്മൾ പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി നമ്മൾ എന്ത് ചെയ്യുക? അല്ലാഹുവിനോട് പാപമോചനത്തിന് തേടുക.
നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. പാപം ചെയ്ത് ആ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്തവൻ അവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ്. അത് പാപങ്ങളുടെ വർധനവ് കടലിലെ നുരയോളം അത്ര മണൽത്തരികളുടെ അത്ര പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്നെ ഗാഫിരിദ് ദംബി വഖാബിലിത് തൗബി ശദീദിൽ ഇഖാബി ലിതൗൽ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനും പാപം പൊറുക്കുന്നവനുമാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവേണ്ടതില്ല. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായ തൗബ നടത്തുക, പശ്ചാത്താപം നടത്തുക. ആ തൗബക്കുള്ള നിബന്ധന എന്താ? ചെയ്ത തെറ്റിൽ നിന്ന്. ജീവിതത്തിൽ പലിശയുമായി ബന്ധപ്പെട്ടവരാണോ? അവിഹിത ബന്ധങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നവരാണോ? അതേപോലെ ആരോടും പുറത്തു പറയാൻ കഴിയാത്ത ഹറാമുകളിൽ നമ്മുടെ ജീവിതം അബദ്ധ സഞ്ചാരങ്ങൾ നടത്തിയവരാണോ? എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ആ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവുക. 1. 2, ആ ചെയ്ത തെറ്റിനെ ഓർത്ത് ആത്മാർത്ഥമായി മനസ്സിൽ ഖേദം പ്രകടിപ്പിക്കുക. 2. മൂന്നാമത്തത്, ആ തെറ്റുകളിലേക്ക് ഇനി ഒരിക്കലും പടച്ച റബ്ബേ ഞാൻ മടങ്ങുകയില്ലെന്ന ദൃഢനിശ്ചയം ഒരാൾ ചെയ്യുക. ഈ 3 നിബന്ധനകളോടെ ഒരടിമ ഉടമസ്ഥനോട് നടത്തുന്ന തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. എന്നാൽ അടിമയും തമ്മിലാണ്, പടപ്പുകൾ തമ്മിലാണ് ഇടപാടുകളെങ്കിൽ ആ ഹക്കിടപാടുകൾ കൊടുത്തു തീർക്കുക, മാപ്പ് അവനോട് പൊരുത്തപ്പെടിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുക. എങ്കിൽ അള്ളാഹു സ്വീകരിക്കും. അല്ലാഹു പറയാണ്, ഞാൻ ഗഫൂറാണ്, കരുണാനിധിയാണ്. അള്ളാഹു പാപം പൊറുക്കാൻ നമുക്ക് കൈകൾ നീട്ടിയിട്ടിരിക്കുകയാണ്. 1-ാം ആകാശത്തേക്ക് അള്ളാഹു തഹജ്ജുദിന്റെ ആ രാത്രിയുടെ ആ സുബഹിന്റെ മുമ്പുള്ള സമയം അള്ളാഹു ഇറങ്ങി വരുന്നതാണ് 1-ാം ആകാശത്തിലേക്ക്. ഇന്നല്ലാഹു യൻസിലുല്ലാഹു തബാറക വതആല ഇലാ കുല്ലി ലൈലത്തിൻ ഇലാ സമാഇദ് ദുനിയ. അല്ലേ, സുബഹി ബാങ്കിന്റെ മുമ്പുള്ള രാത്രിയെ 3ആയി തിരിച്ചാൽ ആ സുബഹിയിലേക്ക് മുട്ടുന്ന സമയം, ആ സമയത്ത് അള്ളാഹ് ഇറങ്ങി വരുന്നുണ്ട് 1-ാം ആകാശത്തിലേക്ക്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന എന്താണ്? ആരുണ്ട് എന്നോട് പാപം പൊറുക്കലിനെ തേടാൻ? അവന്റെ പാപം ഞാൻ പുറത്തു തരാം. ആരുണ്ട് എന്നോട് റിസ്ക് ചോദിക്കാൻ? അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ അള്ളാഹ് പറയാണ്. അത് ചോദിക്കാൻ അവന് ഞാൻ അത് നൽകാം. അവന്റെ പാപങ്ങൾ ഞാൻ പുറത്തു തരാം. അവൻ ചോദിക്കുന്നത് ഞാൻ നൽകാം. ഏതാണ് സമയം? തഹജ്ജുദിന്റെ സമയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറുകൾ, തൗബകൾ നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാനിന്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ ആവേശം ചോർന്നു പോകാതെ നന്മകളിൽ വ്യാപൃതരായി ഇനിയും ഈ 23 രാവുകളെക്കാൾ സജീവമായി ഇനിയുള്ള 6 ദിനങ്ങൾ അല്ലെങ്കിൽ 7 ദിനങ്ങളെ നമ്മൾ ശ്രദ്ധയോടെ ഇബാദത്തുകൾ ചെയ്ത് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് തൗബകൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് അശ്രദ്ധമാകാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ അടുത്ത റമദാനുകളിൽ ഞാനും നിങ്ങളും ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുമോ എന്ന് നമുക്കൊരാൾക്കും അറിയില്ല. റമദാൻ വരും, റമദാൻ പോകും. പക്ഷെ നമ്മൾ ഇനി അടുത്ത റമദാനിനെ വരവേൽക്കാൻ ഉണ്ടാകുമോ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ അവസാനത്തെ റമദാനിലെ അവസാനത്തെ ദിനങ്ങളായിരിക്കാമെന്ന തിരിച്ചറിവോടുകൂടെ നന്മകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിൻ്റെ ആ നോമ്പിൽ വരുന്ന അപാകതകൾ, വീഴ്ചകൾ പരിഹരിക്കാനുള്ള ഒരു മാർഗമായി പഠിപ്പിച്ച, നിർബന്ധമായി പഠിപ്പിച്ച കാര്യമാണ് സകാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. റമദാനിൻ്റെ അവസാന സമയത്ത് നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സകാത്തുൽ ഫിത്ർ. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫറള അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള സകാത്തൽ ഫിത്രി മിൻ റമളാൻ അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ. എല്ലാ മുസ്ലിങ്ങളുടെ മേലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റമളാനിലെ അവസാന ദിനത്തിലെ ആ അസ്തമയത്തിന് മുമ്പ് ജനിച്ച കുട്ടികൾക്ക് വരെ എന്ത് ചെയ്യണം? നമ്മൾ സകാത്തുൽ ഫിത്ർ എന്ത് ചെയ്യണം? നൽകണം എന്നുള്ളതാണ്. എപ്പോഴാണ് സകാത്തുൽ ഫിത്ർ നൽകേണ്ടത്? പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അത് കൊടുക്കണം. മൻ അദ്ദാഹ ഖബല സ്വലാത്തി ഫഹിയ സകാത്തുൻ മഖ്ബൂലത്തുൻ. ആരെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് അത് കൊടുത്തു വീട്ടിയാൽ അത് സ്വീകരിക്കപ്പെടുന്ന സകാത്താണ്, അതായത് സകാത്തുൽ ഫിത്ർ ആണ്. വമൻ അദ്ദാഹ ബഅദ സ്വലാത്തി ഫഹിയ സദഖത്തുൻ മിനസ് സദഖാത്ത്. എന്നാൽ ഒരാൾ നിസ്കാരത്തിന് ശേഷമാണ് ആരെങ്കിലും അത് നൽകിയതെങ്കിലോ അത് സ്വതക്കകളിൽപ്പെട്ട കേവലം ഒരു സ്വതക്കയാണ്, സകാത്തുൽ ഫിത്ർ ആവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അത് കൊടുക്കണം. എന്നാൽ ഒരു ദിവസമോ 2 ദിവസമോ മുമ്പൊക്കെ സ്വഹാബികൾ അതിന്റെ വിതരണം ചെയ്തിരുന്നു സൗകര്യത്തിന് വേണ്ടി. അങ്ങനെ ചെയ്യാവുന്നതാണ്. അതിന്റെ ഏറ്റവും പീക്ക് ടൈമിലേക്ക്, അവസാന സമയത്തേക്ക് മാറ്റിവെക്കണം എന്നില്ല. ഇനി നമുക്ക് എന്താണ് സകാത്തുൽ ഫിത്ർ നൽകേണ്ടത്? ആരാണ് നൽകേണ്ടത്? പെരുന്നാൾ ദിനത്തിലെ ഭക്ഷിക്കാനുള്ള ആ ഭക്ഷണം കഴിച്ച് മിച്ചം വരുന്നവരെല്ലാം എന്ത് ചെയ്യണം? അവര് സകാത്തുൽ ഫിത്ർ കൊടുക്കണം. എന്താണ് കൊടുക്കേണ്ടത്? ഓരോ നാട്ടിലും ജനങ്ങൾ പൊതുവായി ഭക്ഷിക്കുന്ന ധാന്യമോ ഭക്ഷണ വിഭവങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? അത് ഒരു സ്വാ ആണ് സകാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫർള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി സ്വാഅൻ മിൻ തംറിൻ ഔ സ്വാഅൻ മിൻ ശഈരിൻ. പ്രവാചകൻ ഒരു സ്വാ ഈത്തപ്പഴം, അല്ലെങ്കിൽ ഒരു സ്വാ ബാർലി, അല്ലെങ്കിൽ ഗോതമ്പ്, ഇങ്ങനെയുള്ളത് ഒരു സ്വാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ കൊടുക്കണം. അവിടെ വ്യക്തികൾക്ക് ആരാണ് ഇനി കൊടുക്കേണ്ടത്? ഒരു വീട്ടിൽ വ്യക്തികൾക്ക്, ഓരോ വ്യക്തികൾക്കും സ്വന്തമായി കൊടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ കൊടുക്കാം. കുടുംബത്തിന്റെ മൊത്തമായി കുടുംബനാഥൻ, അവരുടെ ചെലവിന് കൊടുക്കുന്നവർ, ആ കുടുംബനാഥൻ ഫിത്ർ സക്കാത്ത് ഒന്നിച്ച് കൊടുത്തു വീട്ടാവുന്നതാണ്. എന്നാൽ അവിടെ നമ്മൾ ഫിത്ർ സക്കാത്തിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും അവിടെ വ്യവസ്ഥാപിതമായി ഫിത്ർ സക്കാത്തിന്റെ ശേഖരണവും വിതരണവും ഒക്കെ നടന്നു വരുന്നുണ്ടെങ്കിലും സക്കാത്ത് ആർക്ക് കൊടുക്കണം? സക്കാത്തുൽ ഫിത്ർ കൈപ്പറ്റാൻ അർഹതയില്ലാത്ത ചില ആളുകൾ അത് കൈപ്പറ്റുന്നതായി പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഫിത്ർ സക്കാത്ത് നൽകുന്നവർക്ക് അത് സ്വീകരിക്കുകയും ചെയ്യാമെന്ന തെറ്റിദ്ധാരണയാണ് പലപ്പോഴും ഇതിന്റെ അടിസ്ഥാനം. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിത്ർ സക്കാത്ത് ഒരു സക്കാത്ത് ആയതുകൊണ്ട് തന്നെ, ഒരു നിർബന്ധ ദാനമായതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ കിറ്റുകൾ കൊടുക്കുന്നത് പോലെയുള്ള ഒരു സൂക്ഷ്മത, ഒരു കുറവൊരിക്കലും സക്കാത്തുൽ ഫിത്റിന്റെ കാര്യത്തിൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അവിടെ സൂക്ഷ്മത കുറവ് വരുന്നു എന്നല്ല, നമുക്ക് ഒന്നുകൂടി ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം അതിന്റെ അവകാശികൾക്ക് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ. ശരിയായ അവകാശികൾക്ക് മാത്രമേ അത് സ്വീകരിക്കാനും പാടുള്ളൂ. ശരിയായ അവകാശികൾക്ക് നൽകിയെങ്കിൽ മാത്രമേ ഫിത്ർ സക്കാത്ത് വീടുകയുമുള്ളൂ. അപ്പോൾ ആർക്കാണ് ഫിത്ർ സക്കാത്ത് സ്വീകരിക്കാനുള്ള അവകാശമുള്ളത് എന്ന വിഷയത്തിൽ 2 വീക്ഷണങ്ങളാണ് പണ്ഡിത ലോകത്തുള്ളത്. ഒന്ന്, സക്കാത്തിന്റെ 8 അവകാശികൾക്കും ഫിത്ർ സക്കാത്ത് സ്വീകരിക്കാം. സൂറത്ത് തൗബയിൽ പറഞ്ഞ സക്കാത്തിന് അവകാശപ്പെട്ട 8 വിഭാഗങ്ങൾ, അവർക്ക് സക്കാത്തുൽ ഫിത്ർ അവർ അർഹതയുണ്ട്. 2, ഫഖീർ, മിസ്കീൻ എന്ന വിഭാഗങ്ങൾക്ക് മാത്രമാണ് സ്വീകരിക്കാൻ അർഹതയുള്ളത്. പ്രമാണങ്ങളും പണ്ഡിതാഭിപ്രായങ്ങളും പരിശോധിക്കുമ്പോൾ 2ാമത്തെ വീക്ഷണമാണ് കൂടുതൽ ശരിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഫിത്ർ സക്കാത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച എന്താണ്? തുഹ്റത്തുൽ ലിസ്വായിം മിനൽ ലഗ്വി വറഫതി. അത് നോമ്പുകാരന്റെ വീഴ്ചകളിൽ, അവന്റെ ആ നിലക്കുള്ള അനാവശ്യങ്ങൾ, ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരു ശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ സക്കാത്തുൽ ഫിത്ർ. എന്നിട്ടോ പ്രവാചകൻ 2ാമത്തെ ലക്ഷ്യം, 1 ലക്ഷ്യം അതാണ് സക്കാത്തുൽ ഫിത്ർ. നമ്മുടെ നോമ്പിൽ വന്ന അപാകതകൾ, കുറവുകൾ, വീഴ്ചകൾ സക്കാത്തുൽ ഫിത്റിലൂടെ പരിഹരിക്കപ്പെടുന്നു. 2, വതുഅമത്തുൽ ലിൽ മസാകീൻ. അത് മിസ്കീന്മാരുടെ ഭക്ഷണമാണ് എന്നാണ്, പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണവുമാണ്. അതിനാൽ പാവപ്പെട്ടവർക്ക് മാത്രമാണ് ഫിത്ർ സക്കാത്തിന് അവകാശികൾ എന്നാണ് അഭിപ്രായം. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു വീക്ഷണം ഇതാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഫിത്ർ സക്കാത്ത് അതിൻ്റെതായ അവകാശികൾക്ക് കൊടുക്കണം. ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത്, കഫാറത്ത് പ്രായശ്ചിത്തം അർഹരായവർക്കല്ലാതെ സക്കാത്തുൽ ഫിത്ർ നൽകാൻ പാടുള്ളതല്ല. അതായത് സ്വന്തം ആവശ്യങ്ങൾക്കായി അത് സ്വീകരിക്കുന്നവർക്ക് മാത്രമേ നൽകാവൂ. അടിമത്ത മോചനം, ഇസ്ലാമുമായി ഹൃദയമെടുത്തവൻ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ഇത് നൽകാൻ പാടില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രബലമായ അഭിപ്രായം, ഇങ്ങനെ പണ്ഡിത ലോകത്തെ അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായിരുന്നാലും കൊടുക്കുന്നവർ എല്ലാം വാങ്ങുകയും ചെയ്യുന്ന, അത് കുറച്ചാളുകൾ ഒരു ടീമിന് കൊടുക്കുക, അവർ തിരിച്ചും കൊടുക്കുന്ന രീതി അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട രീതിയല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക. ഒരു സ്വാഴ് ഭക്ഷണ വസ്തു എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ് ഒരു സ്വാഴ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്തിയ ഒരാളുടെ കയ്യിൽ ഒന്ന് കോരിയാൽ കിട്ടുന്നതാണ് ഒരു മുദ്ദ്. ഇങ്ങനെയുള്ള 4 കോരലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു സ്വാഴ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഓരോ നാട്ടിലെയും ഭക്ഷ്യവസ്തു മാറുന്നതിനനുസരിച്ച് കിലോയുടെ അളവിലും എന്ത് ചെയ്യാം, വ്യത്യാസങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ കൈകൊണ്ട് കോരി അളവ് നിശ്ചയിക്കലാണ് ഏറ്റവും സൂക്ഷ്മത എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അത് പണമായി നൽകാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. അത് ഭക്ഷണമായി, അരിയായാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ ആ പണം നമ്മൾ കൊടുക്കുന്നത് അതിന് പ്രത്യേകമായി വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട, അതിന് ചുമതല ഏൽപ്പിക്കപ്പെട്ട വിശ്വസ്തരായ ആളുകളുടെ കൈകളിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കാം. അവര് കൃത്യമായി അതിന്റെ അവകാശികൾക്ക് കൊടുക്കുന്നു. അതിനുള്ള സംവിധാനമാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഫിത്ർ സക്കാത്ത് 140 രൂപ പുഴുങ്ങലരിയും അതേപോലെ 350 രൂപ നേരിയരിയുമായി നമ്മൾ ഇവിടെ കൊടുക്കുന്ന സംവിധാനമുണ്ട്. അതൊരു ടീമിനാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ടീം യഥാർത്ഥ അവകാശികളെ കണ്ട് അത് അവരിലേക്ക് എത്തിക്കുന്ന, ഭക്ഷണമായി എത്തിക്കുന്ന രീതിയാണ്. ഒരിക്കലും അവകാശിക്ക് നേരിട്ട് അതിന്റെ പണമായി 6 മെമ്പർമാരുണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു പണമായി അവർക്ക് നൽകാൻ പാടുള്ളതല്ല എന്ന് പണ്ഡിതന്മാർ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രത്യേകമായി പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റമദാനിലെ അവസാനത്തിലായതുകൊണ്ട് തന്നെ ഒരു വെള്ളിയാഴ്ച ഒരു പക്ഷേ നമുക്ക് ഇനി ലഭിക്കില്ല എന്നതുകൊണ്ടും നമുക്കറിയാം, നമ്മൾ പിന്നെ പരിശുദ്ധ റമദാൻ പൂർത്തീകരിച്ചാൽ നമ്മൾ ഈദിലേക്ക് നമ്മൾ പോകും. അപ്പോ റമദാൻ നോമ്പിന് ശേഷം വിശ്വാസികൾ ലഭിക്കുന്ന ആഘോഷത്തിന്റെ സമയത്തും നമുക്ക് സുന്നത്തുകളും അദബുകളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മദീനയിലേക്ക് പ്രവാചകൻ വന്നപ്പോൾ അവിടെ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ, ജാഹിലിയത്തിന്റെ ആഘോഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ പ്രവാചകൻ പഠിപ്പിച്ചത് ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറും മിൻഹാ യൗമുൽ അദ്ഹ വയൗമുൽ ഫിത്ർ. ഈ ആഘോഷങ്ങൾക്കെല്ലാം പകരമായി ലോകത്തിന്റെ സൃഷ്ടാവ് റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് ഇതാ 2 ആഘോഷങ്ങൾ പകരമായി നിശ്ചയിച്ചു. അത് യൗമുൽ അദ്ഹ, ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റുമാണ്. അവിടെ നമുക്ക് ആ 2 ആഘോഷങ്ങളിൽ മര്യാദകളുണ്ട്. അതില് ജനാപത്തുകാരൻ കുളിക്കുന്നത് പോലെ കുളിക്കുക എന്നതാണ്. 2 നല്ല വസ്ത്രം ധരിക്കുക എന്നതാണ്. നമുക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇനി പിന്നെ പുതിയ വസ്ത്രം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന ഏത് സമയത്തും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൗതനി അസ്അലുക ഖൈറ മിൻ ഖൈരിഹി വഖൈറ മാ സുനിഅ ല വഅഊദു ബിക മിൻ ശർരിഹി വശർരി മാ സുനിഅ ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചൊല്ലണം. അതേപോലെ തന്നെ സുഗന്ധം പൂശുക എന്നത്, പ്രവാചകനെ ഈദ് ദിനത്തിൽ യൗമുൽ ജുമഅയിൽ ധരിക്കാൻ പ്രത്യേക വസ്ത്രമുണ്ടായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ജുമഅ ദിവസം പ്രവാചകൻ പ്രത്യേകം ധരിക്കുന്ന വസ്ത്രം, അതേപോലെ പെരുന്നാളിനൊക്കെ പ്രത്യേക വസ്ത്രം പ്രവാചകൻ ഉണ്ടായിരുന്നു. സുഗന്ധം പുരട്ടുക എന്നത് സുന്നത്താണ്. അവിടെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങുമ്പോൾ അത് നിഷിദ്ധമാണ്. അതേപോലെ തന്നെ ഈദുൽ ഫിത്റിന് ഭക്ഷണം കഴിച്ചും ഈദുൽ അദ്ഹയിൽ ഭക്ഷണം കഴിക്കാതെയുമാണ് പ്രവാചകൻ മുസല്ലയിലേക്ക് പോയിരുന്നത്. അതേപോലെ തന്നെ ഈദുൽ ഫിത്റിൽ നമ്മൾ എന്ത് ചെയ്യണം, തക്ബീറുകൾ ചൊല്ലൽ, 2 പെരുന്നാളുകൾ തക്ബീറുകൾ ധാരാളം ചൊല്ലൽ സുന്നത്താണ്. ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടത് മുതൽ പെരുന്നാൾ നമസ്കാരം വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങാടികളിൽ, പള്ളികളിൽ, വീടുകളിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബികൾ ഉച്ചത്തിൽ തക്ബീറുകൾ മുഴക്കിയിരുന്നു എന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നടന്നു പോകുക എന്നത് സുന്നത്താണ്. ദൂരെയുള്ളവർക്ക് വാഹനം അനുവദനീയമാണ്. അതേപോലെ തന്നെ പോകുന്നതും വരുന്നതുമായ വഴികൾ വ്യത്യസ്തമാവാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പെരുന്നാൾ പ്രവാചകൻ എവിടെ വെച്ചാണ് നിർവഹിച്ചത്? പ്രവാചകൻ മൈതാനങ്ങളിൽ വെച്ച്, ഈദ് മുസല്ലകളിൽ വെച്ചാണ് പെരുന്നാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പിന്നെ നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ കുടുംബങ്ങളെ സന്ദർശിക്കുക, കുടുംബ വീടുകൾ സന്ദർശിക്കുക, അറ്റുപോയ ബന്ധങ്ങൾ വിളക്കി ചേർക്കുക, ഇതൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം,
ഈ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നമുക്ക് സ്വതക്കകൾ അവസാനത്തെ ദിനങ്ങളിൽ സ്വതക്കക്കുള്ള അവസരങ്ങൾ നമുക്ക് എമ്പാടുമുണ്ട്. നമ്മൾ പ്രവാചകൻ അവസാനത്തിൽ അടിച്ചു വീശുന്ന കാറ്റുപോലെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്ക ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന ദാനം എന്ന് പറയുന്നത് അതൊരിക്കലും കുറഞ്ഞു പോകുന്നതല്ല. മാ നഖസത്തു സ്വദഖത്തും മിൻ മാൽ, എല്ലാ വഖത്തിനും സ്വതക്കക്കുള്ള വിളയാളങ്ങളാണ്. എന്നാൽ ദാനം ധനത്തെ കുറക്കുകയില്ല എന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ്. അതേപോലെ നമ്മൾ നൽകുന്നതിന് അല്ലാഹു പകരം നൽകുമെന്നത് വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. വമാ അൻഫഖതും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. അവൻ നിങ്ങൾ ചിലവഴിച്ചാലും അവൻ അതിന് പകരം നൽകുന്നതാണ് എന്നാണ്. മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അല്ലാഹുവേ, സമ്പത്ത് ചിലവഴി ചെയ്യുന്നവന് പകരം കൊടുക്കണമേ, ചിലവഴിക്കാതെ പിടിച്ചു വെച്ചവന് നാശമുണ്ടാക്കണേ എന്നാണ്. അതുകൊണ്ട് തന്നെ മലക്കുകളുടെ പ്രാർത്ഥന ഉത്തരം ലഭിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ഒരാൾ സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പിശാച് പറയും, നീ സ്വതക്ക കൊടുക്കരുത്, അത് നിന്റെ ധനത്തെ കുറവ് വരുത്തും, അത് നിന്നെ ദരിദ്രരാക്കും, അതുകൊണ്ട് സ്വതക്ക കൊടുക്കരുത്, നീ അതിനെ പിടിച്ചു വെക്കുക എന്ന് പിശാച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വതക്കക്കുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ഈ പള്ളിയുമായി ഇതിന്റെ പരിപാലനവുമായി നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബക്കറ്റ് കളക്ഷനും അല്ലാതെയും ഒക്കെ കളക്ഷനുകൾ നടത്താറുണ്ട്. നമ്മൾ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്, ഇനി ഒരു വെള്ളിയാഴ്ച ലഭിച്ചോളണം എന്നില്ല. നമ്മൾ അകമടിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാ? വിശാലമായി നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിന് നല്ല കടം കൊടുക്കാൻ ആരുണ്ട്? ഏതെങ്കിലും വ്യക്തികൾക്കല്ല, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വേണ്ടിയാണ്. അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട്? അള്ളാഹു അതിനെ ഇരട്ടി ഇരട്ടിയായി ആ പണത്തെ വർദ്ധിപ്പിച്ചു തരുമെന്നാണ് അള്ളാഹു പറയുന്നത്. ധാരാളം അവസരങ്ങളുണ്ട് നമുക്ക്. നമ്മുടെ വൈജ്ഞാനികമായ സ്ഥാപനമാണ് നമ്മുടെ ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന് പറയുന്നത്. അതിലെ കുട്ടികൾ ഇന്ന് കേരളത്തിൽ ഒരുപാട് മെമ്പറുകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാമിഅ അൽ ഹിന്ദിൽ നിന്ന് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളാണ്. വൈജ്ഞാനികമായ പലതിലും നമുക്ക് അതിനുള്ള സപ്പോർട്ടുകൾ തരുന്നത് ജാമിഅയിൽ നിറങ്ങിയ അവിടുത്തെ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ജാമിഅയെ റമദാനിലെ കളക്ഷനുകൾ ആണ് അവിടെ ഫ്രീ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. ജാമിയയിൽ ഒരു മാസത്തെ മാത്രം മൊത്തം ചെലവ് 1,40,000 രൂപയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ ചെലവ് 15,000 രൂപയാണ്. ഒരു വിദ്യാർത്ഥിയുടെ മൊത്തം പഠന ചെലവ് ഒരു മാസത്തേക്ക് 6,000 രൂപയാണ്. അത് പറ്റുന്നവർക്ക് അങ്ങനെ ഏറ്റെടുക്കാം. ഒരു വിദ്യാർത്ഥിയുടെ താമസവും ഭക്ഷണത്തിന്റെ അടക്കമുള്ള ചെലവ് 3,000 രൂപയാണ്. അതേപോലെ ഒരു വിദ്യാർത്ഥിയുടെ ഒരു വർഷത്തെ ചെലവ് 70,000 രൂപയാണ്. ഒരു വർഷത്തെ എല്ലാം ഫ്രീ ആയിട്ടാണ്. ഒരു ദിവസം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ 1,40,000 രൂപയാണ് ഒരു ദിവസം കഴിയുമ്പോൾ ജാമ്യക്ക് ആവശ്യം. 1,40,000 രൂപയാണ്. അത് റമദാനിലെ കളക്ഷൻ കൊണ്ടാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് വെക്കുമ്പോൾ വലിയ പ്രയാസങ്ങൾ ജാമ്യ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബക്കറ്റിലല്ല ആ പൈസ ഇടേണ്ടത്. നമ്മളിവിടെ റെസിപ്റ്റുകളുണ്ട്. ആ റെസിപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു സംഖ്യ അതിലെന്ത് ചെയ്യണം? മുറിക്കണം. എന്നിട്ട് നമ്മൾ ജാമ്യയെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈദ് കിസ്വ സംവിധാനം ഇവിടെ നടന്നു വരുന്നുണ്ട്. 1,300 രൂപയാണ്. പാവപ്പെട്ടവരുടെ മുഖത്ത് വിരിയുന്ന ആ പുഞ്ചിരിക്ക് മനോഹരമായ ആ ഒരു പ്രതിഫലം നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? എത്ര കുട്ടികളെയാണ് നമുക്ക് നൽകാൻ കഴിയുക? അവകാശികളില്ലേ എന്ന് നമുക്ക് ആശങ്കപ്പെടും. അവകാശികൾ എത്രയോ നമ്മളറിയാത്ത മിസ്കീന്മാർ, പാവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് നമ്മൾ പണം ചെലവഴിക്കുക. ഈ നിലക്ക് ഈ നന്മക്കുള്ള വിളിയാളങ്ങൾ, സ്വതക്കകൾ നമ്മൾ എന്ത് ചെയ്യുക? സജീവമായി ചെലവഴിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെലവഴിക്കുന്നതും നമ്മൾ ബാക്കി വെക്കുന്നതും അള്ളാഹു നമുക്ക് അതിൽ ഖൈറും ബറക്കത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്ത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ, ആശങ്കകൾ അള്ളാഹുവെ അതെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണമേ. ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് സമാധാനവും നിർഭയത്വവും അള്ളാഹുവെ നീ നൽകി അനുഗ്രഹിക്കണമേ. ഗൾഫ് രാജ്യങ്ങളിൽ മുസ്ലിം അറബ് രാഷ്ട്രങ്ങളും മുസ്ലിം സഹോദരങ്ങളും അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹുവെ അവിടെ സമാധാനാന്തരീക്ഷം നൽകി അനുഗ്രഹിക്കണമേ. മുസ്ലിങ്ങൾക്കെതിരിൽ, അഹ്ലുസുന്നക്കെതിരിൽ ആരൊക്കെയാണോ കുതന്ത്രങ്ങൾ മെനയുന്നവർ, അവരുടെ കുതന്ത്രങ്ങളെ അള്ളാഹു ഇനി പരാജയപ്പെടുത്തണമേ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു ഇനി ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. അള്ളാഹു ഞങ്ങൾ ചെയ്തു വെച്ച ധാരാളം സൽക്കർമ്മങ്ങളുണ്ട്. അതെല്ലാം തറാവീഹ് നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, സദഖകൾ, ദിക്റുകൾ, ദുആകൾ അള്ളാഹു എല്ലാം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. നാളെ പരലോകത്ത് 2 വിഭാഗങ്ങളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ
യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഇനി ഞങ്ങളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോകാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു ഇനി ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم إنا نسألك الجنة اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في كل مكان. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.